ഹരി ഓം. കർണലംബിതകദംബമഞ്ജരീ കേസരാരുണകപോലമണ്ഡലം നിർമ്മലം നിഗമവാഗഗോചരം നീലിമാനമവലോകയാമഹേ. നീലമുകിൽ വർണ്ണൻ്റെ മനോഹര മുഖാരവിന്ദത്തിൻ്റെ വർണ്ണനയാണ്. കാതുകളിൽ അണിഞ്ഞിട്ടുള്ള കടമ്പിൻ പൂങ്കുലകളിലെ കേസരങ്ങൾ തട്ടി ചുവന്ന കവിൾത്തടത്തോടു കൂടിയവനും വേദവാക്യങ്ങൾക്ക് പോലും വർണ്ണിക്കാനാവാത്തവനും നിർമ്മലനുമായ നീലനിറത്തോടു കൂടിയവനായ ആ ഭഗവാനെ ഞാൻ നന്നായി കാണുന്നു എന്ന് കവി പറയുന്നു. ഭഗവാനെ, മനോഹര ശ്യാമമേഘമേ, അഴകിനും അഴകായ സുന്ദരനന്ദന, അങ്ങയെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ഹൃദയവീഥികളിൽ ശാന്തത നിറയണേ. പരമമായ ഈ ചൈതന്യത്തിൻ്റെ അണമുറിയാത്ത ധാരയാൽ എപ്പോഴും എൻ്റെ ആത്മാവ് നിറഞ്ഞു തന്നെ ആവണേ. പൊന്നുണ്ണി, അവിടുത്തെ ഓർമ്മയിൽ എൻ്റെ ഹൃദയം വിങ്ങുകയും കണ്ണുകൾ ആനന്ദത്താൽ നിറയുകയുമാവണേ. അവിടുത്തെ നാമങ്ങൾ സദാ എൻ്റെ അന്തരംഗത്തിൽ വേദമന്ത്രധ്വനിയായി മുഴങ്ങിക്കൊണ്ടേയിരിക്കണേ. എൻ്റെ ശ്വാസത്തിൽ എപ്പോഴും ആ തിരുനാമം ലയിച്ചുകൊണ്ടേയിരിക്കണേ. എൻ്റെ ഓർമ്മയിലും എൻ്റെ സ്വപ്നത്തിലും ഭഗവാനെ അവിടുന്ന് മാത്രമാകണേ. എൻ്റെ ജീവിതത്തിൻ്റെ കനൽ വഴികൾ അങ്ങയുടെ നാമധാരയാൽ ശിശിരകാലം പോലെ കുളിർമയുറ്റതാകണേ. മറ്റെന്താണ് വേണ്ടത് നാരായണ? സാചി സഞ്ചലിതലോചനോൽപലം സാമികുട്മളിതകോമളാധരം വേഗവൽഗിതകരാംഗുലീദളം വേണുഗാനരസികം ഭജാമഹേ. വേണുഗാനത്തിൽ മുഴുകിയ ശ്രീകൃഷ്ണ ഭഗവാനെ കവി ഓർമ്മിക്കുകയാണ് ഇവിടെ. കരിങ്കൂവളപ്പൂക്കൾ പോലെയുള്ള കണ്ണുകൾ അല്പം വിലങ്ങനെ ചലിപ്പിച്ചും കോമളമായ ചുണ്ടുകൾ അല്പം കൂമ്പിപ്പിടിച്ചും മനോഹരമായ അങ്കുലീയങ്ങൾ വേഗത്തിലിളക്കിയും ഓടക്കുഴൽ വിളിക്കുന്ന ശ്രീകൃഷ്ണനെ നാം ഭജിക്കുന്നു എന്ന് കവി പറയുന്നു. ഭഗവാനെ, നീലകൈശോര, സുന്ദര ബാല്യം കൊണ്ട് എപ്പോഴും ഏവരുടെയും ഹൃദയവീഥികളെ വൃന്ദാവനമാക്കുന്ന എൻ്റെ നന്ദന, അവിടുന്ന് വേണു ഊതുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും കേളികളാടുമ്പോഴും നിറയുന്നത് ഞാനാണ്. കണ്ണാ, നിന്നോടുള്ള അമിതമായ വാത്സല്യത്തിൻ്റെ കുത്തൊഴുക്കിൽ പലപ്പോഴും എൻ്റെ ഹൃദയം പൂർണ്ണ ചന്ദ്രോദയം പോലെ പ്രകാശിക്കുന്നു. നിന്റെ പൂവുടലിനെ നെഞ്ചിൽ ചേർക്കുകയും തലോടുകയും അമർത്തി ചുംബിക്കുകയും വീണ്ടും വീണ്ടും വാരിപ്പുണരുകയും ചെയ്യുമ്പോൾ നന്ദന, എൻ്റെ ഹൃദയ വൃന്ദാവനത്തിലെ നീലമരതകരത്നമേ, നിൻ്റെ അമ്മയാണ് ഞാനെന്ന് ഉറക്കെ ഉറക്കെ ഞാൻ വിളിച്ചു പറയുന്നു. ആ ശബ്ദം എൻ്റെ ഹൃദയാകാശം നിറയെ ഉച്ചത്തിൽ മുഴങ്ങുന്നു. ഭഗവാനെ, അവിടുന്ന് എൻ്റെ മകനായിരിക്കെ പിന്നെ എനിക്ക് എന്താണ് വേറെ ലഭ്യമാകേണ്ടത് നാരായണ? സ്യന്തനേ ഗരുഡമണ്ഡിതധ്വജേ കുണ്ഡിനേശതനയാധിരോപിത കേന ചിന്നവതമാലപല്ലവശ്യാമളേന പുരുഷേണ നീയതേ. രുക്മിണീഹരണത്തെക്കുറിച്ച് കവി പറയുന്നു. ഗരുഡനാകുന്ന കൊടിയടയാളത്താൽ അലങ്കരിക്കപ്പെട്ട തേരിൽ കുണ്ഡിന രാജപുത്രിയായ രുക്മിണി പുതിയ പച്ചില മരത്തളിർ പോലെ കറുത്ത ഏതോ ഒരു മനുഷ്യനാൽ പിടിച്ചു കയറ്റിക്കൊണ്ടു പോകപ്പെടുന്നു എന്ന് കവി കണ്ണനെക്കുറിച്ച് പറയുകയാണ്. ഭഗവാനെ, അവിടുന്ന് സ്നേഹസ്വരൂപനാണ്. ആരാലും തടുക്കുവാനാവാത്ത വിധം സകല പ്രതിബന്ധങ്ങളെയും ഇല്ലാതെയാക്കി
സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ കവരുവാനും ചേർത്തു വയ്ക്കുവാനും സംരക്ഷിക്കുവാനും ഭഗവാനെ അവിടുത്തെ പോലെ ചാതുര്യമുള്ളവരില്ല തന്നെ. അവിടുത്തെ വൈദഗ്ധ്യം, കവരുവാനുള്ള വൈദഗ്ധ്യം അങ്ങേ സ്നേഹിക്കുന്ന ആർക്കാണ് അനുഭവിക്കാൻ കഴിയാത്തത്? കാരണം ഒരു നൊടിയെങ്കിലും ആത്മസമർപ്പണത്തോടെ അവിടുത്തെ ആരാണോ സ്നേഹിക്കുന്നത് അവരെ പിന്നീടൊരിക്കലും വേർപിരിക്കാനാവാത്ത വിധം അവിടുത്തെ ആർദ്രമായ സ്നേഹത്തിൻ്റെ നനുത്ത ചങ്ങലകളാൽ അങ്ങ് ബന്ധനത്തിലാക്കിയിരിക്കും അല്ലേ? നാരായണ. മായാദപാന്ധാഃ പഥി ഭീമരഥ്യ ദിഗംബരഃ കോപിതമാലനീലഃ വിന്യസ്തഹസ്തോപി നിതംബബിംബേ ധൂർത്തഃ സമാകർഷതി ചിത്തവിത്തം. കണ്ണനെ അപഹരിക്കുന്നവനായി കവി വീണ്ടും വർണ്ണിക്കുകയാണ് ഇവിടെ. കവി പറയുകയാണ്, അല്ലയോ വഴിയാത്രക്കാരെ, ഭീമരഥിപ്പുഴയുടെ വഴിക്ക് നിങ്ങൾ പോകരുത്. പച്ചില മരത്തിൻ്റെ നിറമുള്ള നഗ്നനായ ഏതോ ഒരു ധൂർത്തൻ ഒക്കത്ത് കൈകുത്തിയാണ് നിൽക്കുന്നതെങ്കിലും അവൻ മനസ്സാകുന്ന ധനത്തെ അപഹരിക്കുന്നു. അവനെ സൂക്ഷിച്ചു കൊള്ളുവാനാണെന്ന് നമ്മളോട് പറയുകയാണ്. എൻ്റെ കണ്ണനെ കള്ളനെന്ന് എല്ലാവരും വിളിക്കും. ശരിയാണ്, അവൻ കള്ളനാണ്. മോഷ്ടിക്കുന്നത് നമ്മുടെ ഏവരുടെയും ഹൃദയമാകുന്ന വെണ്ണയാണ്. പക്ഷേ അവൻ എല്ലാ മോഷ്ടാക്കളെയും പോലെയല്ല. കട്ടെടുത്തതിന് പകരം അവിടെ വളരെ വിലയേറിയ, അളക്കാൻ കഴിയാത്ത അത്രയും മൂല്യമേറിയ ഒന്ന് സ്ഥിരമായി വെച്ചിട്ടാണ് അവൻ കവരുന്നത്. എൻ്റെ കണ്ണൻ്റെ നിർമ്മലമായ സ്നേഹധാരയാണത്. പ്രാർത്ഥിക്കാം. അവൻ പതുങ്ങി ഹൃദയവീഥിയിലേക്ക് നടന്നു കയറാൻ, ആരുമറിയാതെ ഹൃദയത്തെ കവർന്നു കൊണ്ടുപോകാൻ. പകരം അവൻ്റെ സ്നേഹമാകുന്ന നീലരത്നത്തെ ആത്മാവിനുള്ളിൽ പ്രതിഷ്ഠിച്ചു പോകാൻ കാത്തിരിക്കാം, കവർന്നെടുക്കപ്പെടുവാനായി, ആ വരവിനായി. നാരായണ. അംഗനാമംഗനാമന്തരാമാധവോ മാധവം മാധവം ചാന്തരേണാംഗന ഇത്തമാ കൽപ്പിതേ മണ്ഡലേ മധ്യഗഃ സഞ്ജഗൗ വേണുനാ ദേവകീനന്ദനഃ. രാസക്രീഡാരംഗം വർണ്ണിക്കുകയാണ് കവി ഇവിടെ. പരമാത്മസ്വരൂപമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ട് ഗോപാംഗനമാരുടെ ഇടയിൽ ഒരു ശ്രീകൃഷ്ണൻ എന്ന പോലെയും രണ്ട് മാധവന്മാർക്കിടയിൽ ഒരു ഗോപസ്ത്രീ എന്ന പോലെയും വൃത്തത്തിൽ നിന്നുവത്രേ. ശേഷം ഭഗവാൻ ആ വൃത്തത്തിന് നടുവിൽ നിന്ന് വേണുഗാനം ചെയ്തുവെന്ന് കവി പറയുന്നു. എത്ര ഗോപികമാരുണ്ടോ അത്രയും ശ്രീകൃഷ്ണന്മാർ ഉണ്ടായിരുന്നുവത്രേ. രാസക്രീഡയെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ചേരലിനെ, ഐക്യത്തെ കാണിക്കുകയാണ്. ഓരോ ഗോപികളും ജീവാത്മാവാണ്. പരമാത്മാവായ പരബ്രഹ്മമായ ഭഗവാനെ ഓരോ ജീവനും തിരിച്ചറിയുമ്പോൾ, ആ പരമാത്മാവിൽ ലയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അവസാനം ആ ലയനം സംഭവിക്കുമ്പോൾ ആനന്ദം സംഭവിക്കുന്നു. ഏകമായ ആനന്ദം, സാന്ദ്രാനന്ദം. അതാണ് ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ആ ആനന്ദത്തെ കണ്ടെത്തി അനുഭവിക്കുകയേ വേണ്ടൂ. നാരായണ.